വീട്ടിൽ പാമ്പ് ശല്യം രൂക്ഷമായതോടെ യുവതി ഒരു പൂച്ചയെ വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വീടിന്റെ വരാന്തയിൽ ഊരിയിടുന്ന ചെരുപ്പിലും അലക്കുന്ന കല്ലുള്ള ഭാഗത്തും എന്തിനു പറയണം, തണുപ്പുള്ള എല്ലാ സ്ഥലത്തും പാമ്പ് വന്ന് പതുങ്ങിയിരിക്കുന്നത് പതിവായിരുന്നു. ഭർത്താവ് ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ ഏകദേശം 7 മണിയോടടുക്കും. ആ സമയത്ത് വന്ന് വാതിൽ തുറക്കുമ്പോൾ മുറ്റത്തൂടെ പാമ്പഴഞ്ഞു പോകുന്നത് പതിവായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന വാർത്തകൾ യുവതിയെയും കുടുംബത്തെയും നല്ലപോലെ ചിന്തിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. പാമ്പ് കടിയേറ്റ് ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നുവെന്ന വാർത്തയായിരുന്നു അത്. ഈ വാർത്ത വന്നതിന് പിന്നാലെ യുവതിയുടെ അച്ഛനും അമ്മയും ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. യുവതിയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിരുന്നു വന്നത്. പക്ഷേ തന്റെ ഭർത്താവിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് രക്ഷപ്പെടാൻ യുവതി തയ്യാറായില്ല. ഇവർ 3 പേരും കൂടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു പാമ്പിഴഞ്ഞു വന്ന് അച്ഛനെ കടിച്ചു. പേടിയും വെപ്രാളവും കൊണ്ട് കുഴഞ്ഞു വീണ അദ്ദേഹത്തിനെ എല്ലാവരും കൂടെ താങ്ങിയെടുത്ത് തൊട്ടടുത്ത ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ദൈവവിശ്വാസം കൂടുതലുള്ള അദ്ദേഹം അന്ന് രാത്രി തന്നെ ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെപ്പിക്കുകയുണ്ടായി. ഇതിൽ നിന്നും വീടിന്റെ കിഴക്ക് ഭാഗത്ത് 2 പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നുവെന്നും പിൽക്കാലത്ത് പൂജയോ ഹോമങ്ങളോ ചെയ്യാതെ ഇത് പൊളിച്ചു കളയുകയായിരുന്നുവെന്നും തെളിഞ്ഞു. ഇനിയൊരു പ്രതിവിധി എന്നോണം ഒന്നെങ്കിൽ പുതിയ സർപ്പക്കാവ് നിർമ്മിച്ച് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തി പൂജ നടത്തണം, അല്ലെങ്കിൽ വീടും പരിസരവും വിട്ട് വേറെ എവിടെയെങ്കിലും 2 പേരും പോകാൻ തയ്യാറാകണം. പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യം ചിന്തിക്കാൻ പോലും ആരും തയ്യാറായില്ല. കാരണം യുവതിയുടെ ഭർത്താവിൻ്റെ അച്ഛനെ അടക്കം ചെയ്ത മണ്ണായിരുന്നു അത്. പൂജ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഭർത്താവ് സമ്മതിച്ചില്ല. കാരണം നല്ലൊരു പണം വേണ്ടിവരുമായിരുന്നു ഈ പൂജ ചെയ്യാൻ. ഭാര്യയുടെ മാല പണയപ്പെടുത്തി അങ്ങനെ അവർ പൂജ ചെയ്യാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഭർത്താവ് ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. മാല പണയപ്പെടുത്തി പൂജാ സാധനങ്ങളും വാങ്ങി യുവതി വീട്ടിൽ ചെന്നു. കൂടെ യുവതിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ഇവർ പൂജ ചെയ്യാൻ ആരംഭിച്ചു. പൂജ പകുതിയായപ്പോൾ ഭർത്താവ് നേരെ വീട്ടിലേക്ക് കയറി വന്നു. രാവിലെ ജോലിക്ക് പോകുന്ന വഴി ഒരു അപകടമുണ്ടായി. ബൈക്കിന് കുറച്ച് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. വർക്ക്ഷോപ്പിൽ കൊടുക്കാനുള്ള പണം ഇല്ലാത്തതിനാൽ ഭാര്യയുടെ മാല പണയം വെക്കാൻ എടുക്കാൻ വന്നതായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് അത് പണയപ്പെടുത്തി വീട്ടിൽ പൂജ നടത്തുന്ന കാര്യം അറിയുന്നത്. കലി പൂണ്ട അയാൾ പറമ്പിലേക്ക് ഓടിച്ചെന്ന് പൂജാ സാധനങ്ങളും വിഗ്രഹങ്ങളും എല്ലാം കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. കൂടാതെ നേരെ വീടിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് ഭാര്യയെ മർദ്ദിക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം ആ വീട്ടിൽ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്കായി. ഭാര്യയുടെ അച്ഛനും അമ്മയും എന്നേക്കുമായി ബന്ധം ഉപേക്ഷിച്ച് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം എല്ലാത്തിനും ഒരു പരിഹാരമായിട്ടായിരുന്നു ഭർത്താവ് വന്നത്. വേറൊന്നുമല്ല, പാമ്പിനെ പിടിക്കാൻ ഒരു പൂച്ചയെ കൊണ്ടുവന്നു. കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് പൂച്ച വളരെ ആശ്വാസം പകരുന്ന ഒന്നായിരുന്നു. അവയുടെ കളിയും ചിരിയുമെല്ലാം ഇവരുടെ മനസ്സിൽ സന്തോഷം നിറച്ചു. വൈകാതെ പറമ്പിലെ പാമ്പുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. എല്ലാ പാമ്പിനെയും വേട്ടയാടി ആ പൂച്ച വീടിന് കാവലായി നിന്നു. പക്ഷേ കാലം കരുതി വെച്ചത് അതിനു മുകളിലായിരുന്നു. യുവതി രാവിലെ കിടക്കയിൽ നിന്നും എണീക്കാൻ ശ്രമിച്ചപ്പോൾ എന്തോ കടിച്ചതുപോലെ തോന്നി. പൂച്ച ബെഡിൽ യുവതിയുടെ തൊട്ടടുത്ത് കിടപ്പുണ്ടായിരുന്നു. പൂച്ച മാന്തിയതാകാം എന്ന് കരുതി സമാധാനിച്ചു. എന്നാൽ അടുക്കളപ്പണി എടുക്കുന്നതിനിടയിൽ തലകറക്കവും ദേഹാസ്വസ്ഥയും അനുഭവപ്പെട്ടു. പെട്ടെന്ന് ഭർത്താവ് ഓട്ടോ വിളിച്ച് തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോഴേക്കും യുവതിയുടെ ജീവൻ പോയിരുന്നു. ആശുപത്രി ടെസ്റ്റിലൂടെ അറിയുകയുണ്ടായി ഇത് പൂച്ച കടിച്ചതല്ലെന്നും മറിച്ച് പാമ്പ് കടിച്ചതാണെന്നും. ഭർത്താവ് നേരെ വീട്ടിലേക്ക് പോയി വീടാകെ തിരഞ്ഞു. യുവതി കിടക്കുന്ന ബെഡ് എടുത്ത് കുടഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു വലിയ മൂർഖൻ പാമ്പ്. അത് വേറെ എവിടുന്നും അല്ലായിരുന്നു. പൂച്ച പറമ്പിൽ നിന്നും പിടിച്ചോണ്ടുവന്ന് കട്ടിലിൽ കൊണ്ടുവച്ചതായിരുന്നു. പൂച്ചകളെ വളർത്തുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം. അവ വേട്ടയാടുന്നതിൻ്റെ ഒരു പങ്ക് നമുക്ക് തരാൻ ശ്രമിക്കുന്നത് സ്നേഹമുള്ളതുകൊണ്ടാണ്. പൂച്ചകളെ വളർത്താം, പക്ഷേ വീടിൻ്റെ അകത്ത് കയറ്റാതിരിക്കുകയായിരിക്കും നല്ലത്.